സഭയ്ക്കും സ്നേഹവും ബഹുമാനമുള്ള സഭാ ശുശ്രൂഷകർ, ചർച്ച് സെക്രട്ടറി, ചർച്ച് കമ്മിറ്റി അംഗങ്ങളെ, സംഘടനാ ഭാരവാഹികളെ, വിശേഷാൽ ഈ സഭയിലെ ബൈബിൾ സൊസൈറ്റി അംഗങ്ങളെ, കർത്താവ് പ്രിയ സഭയെ, ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന മഹാപ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ ആയിരിക്കുന്നത്. ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുവാനും ദൈവവചനം സംസാരിക്കുവാനായും എനിക്ക് ഒരു അവസരം നൽകിയ ഈ പ്രിയ സഭയോടുള്ള സ്നേഹത്തെയും നന്ദിയും ഞാൻ സമയം അറിയിക്കും. ഏതൊരു പ്രസ്ഥാനത്തിന്റെയും വളർച്ചയ്ക്ക് പിന്നിൽ ഒരു ചെറിയ സംഭവം ഉണ്ടാകും. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന മഹാപ്രസ്ഥാനത്തിന്റെ ഉത്ഭവത്തിന് പിന്നിലും അപ്രകാരത്തിലുള്ള ഒരു കഥയുണ്ട്. 1784 വെയിൽസിലെ പിന്നോ എന്ന ഗ്രാമത്തിൽ മേരി ജോൺ എന്ന ഒരു കൊച്ചു ബാലിക ജനിക്കുകയാണ്. സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിന്ന ഒരു ഭവനത്തിൽ ജനിച്ചത് കാരണം തന്നെ ചെറുപ്പത്തിലെ ധാരാളം യാതനകൾ, ധാരാളം പ്രതിസന്ധികൾ അവർക്ക് തരണം ചെയ്യേണ്ടതായിട്ട് വന്നു. എങ്കിലും ക്രമമായി ഞായറാഴ്ച ആരാധനകളിൽ പങ്കെടുക്കുകയും സൺഡേ അതായത് ഞായറാഴ്ച ദൈവവചനം പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ചെറുപ്പം മുതൽ തന്നെ ദൈവവചനവുമായുള്ള ഒരു ബന്ധം അവര് അത് പഠിക്കാനായിട്ടുള്ള അഭിനിവേശം ആ ബാലികയിൽ ഉണ്ടായിരുന്നുള്ളവരാണ്. എന്നാൽ നമുക്കറിയാം, ആ കാലഘട്ടത്തെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ ബൈബിൾ വളരെയധികം ദുർലഭമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ബൈബിൾ സ്വന്തമായൊരു ബൈബിൾ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യന്റെയും സ്വപ്നമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ ചെറുപ്പത്തിലെ ദൈവവചനം ആഴമായി മനസ്സിലാക്കാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ മനസ്സിലാക്കിയ ഈ പെൺകുട്ടിയുടെ മനസ്സിലും സ്വന്തമായി ഒരു ബൈബിൾ വേണം എന്ന ആശയം ഉടലെടുത്തു. ആ ചെറിയ ഗ്രാമത്തിൽ ആ കാലഘട്ടത്തിൽ വിദ്യാലയങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾ കടന്നുപോയിക്കൊണ്ടിരുന്ന ആ സഭയിൽ അതായത് അവരുടെ തോമസ് ചാൾസ് എന്ന് പറയുന്ന ശുശ്രൂഷകൻ പള്ളിയോട് ചേർന്ന് ഒരു പള്ളിക്കൂടം സ്ഥാപിക്കുകയും അവിടെ ഇവർക്ക് അക്ഷരാഭ്യാസം നൽകുകയും ചെയ്തു. അവിടെ അവരെ പഠിപ്പിച്ചത്, അവരെ വായിക്കുവാനായി പഠിപ്പിച്ചത് ഈ വേദപുസ്തകം തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. 9 വയസ്സാകുമ്പോഴാണ് മേരി ജോൺ ഈ അക്ഷരാഭ്യാസം നേടുവാനായിട്ട് ആ പള്ളിക്കൂടത്തിലേക്ക് കടന്നു പോകുന്നത്. അങ്ങനെ വായന പഠിച്ച മേരി ജോൺ എത്രയും പെട്ടെന്ന് തന്നെ എനിക്കൊരു വേദപുസ്തകം വായിക്കണം, സ്വന്തമാക്കണമെന്ന ആഗ്രഹം ഇങ്ങനെ തീവ്രമായി വന്നുകൊണ്ടേയിരുന്നു. അതിനായി തന്നെ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിന്ന അവൾ ആ കുടുംബത്തിൽ നിന്നും ചുറ്റുപാടുമുള്ള കൃഷിയിടങ്ങളിൽ ജോലിക്ക് പോവുകയും മാതാപിതാക്കൾ നൽകിയ ചെറിയ നാണയത്തുട്ടുകൾ അതിനായി സമാഹരിക്കുകയും ചെയ്തു. അങ്ങനെ ഏകദേശം 15 വയസ്സാകുമ്പോഴേക്കും അവളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. ആ നാണയത്തുട്ടുകൾ കൂട്ടിവെച്ചുകൊണ്ട് ഇതൊരു ബൈബിൾ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഈ ബൈബിൾ എവിടെ നിന്ന് വാങ്ങും എന്നുള്ള വലിയൊരു ടാസ്ക്കാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവൾ മനസ്സിലാക്കുകയാണ്, 26 മൈൽ അകലെ നമുക്കിവിടെ ഒരു പള്ളിക്കൂടം സ്ഥാപിച്ചു തന്ന ആ റവറൻഡ് തോമസ് ചാൾസ് എന്ന് പറയുന്ന പുരോഹിതന്റെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഈ പെൺകുട്ടി 26 മൈൽ അകലെയുള്ള ആ ഗ്രാമത്തിലേക്ക് കാൽനടയായി ആ ബൈബിൾ വാങ്ങുവാനായിട്ട് ഓടുകയാണ്. ഒരു ദിവസത്തിന് രാവിലെ പുറപ്പെട്ട അവൾ ഏകദേശം വൈകുന്നേരമായപ്പോഴേക്കും ആ ഗ്രാമത്തിൽ എത്തിച്ചേർന്ന് ആ പുരോഹിതനോട് ഈ നാണയത്തുട്ടുകൾ കൊടുത്തിട്ട് ഇപ്രകാരം പറഞ്ഞു, അച്ഛോ ഈ ബൈബിൾ അച്ഛൻ്റെ കൈകളിലുള്ള ഈ ബൈബിൾ എനിക്ക് തരണമെന്ന്. അച്ഛൻ വേദനയോട് പറഞ്ഞു, ഇത് മറ്റൊരാൾക്ക് കൊടുക്കുവാനായി ഞാൻ സമ്മതിച്ചു കഴിഞ്ഞു, ഇനി ഇത് നിനക്ക് നൽകാനായിട്ട് സാധിക്കില്ല എന്ന്. അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞ ആ മേരി ജോണിന്റെ കണ്ണുനീർ കണ്ട് ദൈവവചനത്തോടുള്ള എരിവ് മനസ്സിലാക്കിയ ആ പുരോഹിതൻ ആ ബൈബിൾ ആ പെൺകുട്ടിക്ക് നൽകുകയാണ്. ഇന്ന് ഒരുപക്ഷെ
അവിടെ പ്രതിപാദിക്കുകയല്ല. ആ ഒരു സംഭാഷണം ഒരുപക്ഷെ ഒരുപാട് പേരുടെ കണ്ണു തുറപ്പിക്കുകയും അങ്ങനെയാണ് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹപ്രസ്ഥാനം ഉടലെടുക്കുകയും ചെയ്തു. 1874 ലണ്ടനിലാണ് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ തുടക്കം കുറിക്കുന്നത്. അന്ന് 70 ഭാഷകളിൽ പരിഭാഷപ്പെടുത്തിയ ഈ ബൈബിൾ ഇന്ന് 700-ൽ പരം ഭാഷകളിൽ പരിഭാഷപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ 1500-ൽ പരം പതിപ്പുകൾ ചെറിയ ചെറിയ ഒരു ബുക്ക്ലെറ്റുകൾ പോലുള്ളതും പരിഭാഷപ്പെടുത്തുകയും ചെയ്ത് ടോട്ടൽ 2600 ഭാഷകളിൽ ഈ വേദപുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. 1811-ൽ കൽക്കട്ടയിലാണ് ഇന്ത്യയിൽ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് 17 ഓഫീസുകളായി ബൈബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനം പുരോഗമിച്ച് വരികയാണ്. 1956-ലാണ് കോട്ടയത്താണ് കേരളത്തിൽ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ 57 മോഡലുകളുള്ള ബൈബിളുകൾ മലയാള ഭാഷയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതായത് 57 മോഡൽ തരത്തിലുള്ള ബൈബിളുണ്ട് എന്നുള്ളതാണ്. മേരി ജോൺ എന്ന് പറയുന്ന കൊച്ചു ബാലിക കാണിച്ച ഈ ഒരു എരിവിൽ അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു വലിയ പ്രസ്ഥാനം ഇന്ന് ലോകമെമ്പാടും പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ, അതായത് എല്ലാ ജനങ്ങൾക്കും, സാധാരണക്കാരായ എല്ലാ ജനങ്ങൾക്കും തുച്ഛമായ വിലയ്ക്ക് അവരുടേതായ ഭാഷകളിൽ അവർക്ക് ദൈവവചനം മനസ്സിലാക്കുവാൻ ബൈബിൾ ലഭ്യമാകുക എന്നുള്ളതാണ് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ വലിയ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു തമാശയായിട്ട് തോന്നും. കാരണം നാം ജനിക്കുമ്പോഴേ ദൈവവചനമുണ്ട്. നമ്മുടെ വീട്ടിൽ 3-4 ബൈബിളുണ്ട്. വ്യത്യസ്തമായ സൈസുകളിലുണ്ട്, വ്യത്യസ്തമായ കളർ കോഡുകളിലുണ്ട്. പക്ഷെ അത് തുറന്ന് വായിക്കുവാനായിട്ട് പലപ്പോഴും നമുക്ക് സമയമില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് ഇതിന്റെ ആവശ്യകത എത്രത്തോളമാണ് എന്ന് ഒരുപക്ഷെ നമുക്ക് ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കില്ല. പക്ഷേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ദൈവവചനം ഒന്ന് കാണുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, ബൈബിൾ ഒന്ന് കാണാൻ സാധിച്ചുവെങ്കിൽ, അതിന്റെ ഒരു താളം ഒന്ന് വരയ്ക്കുവാൻ സാധിച്ചുവെങ്കിൽ, ആ വചനം ഒരു വചനം വായിച്ച് ഒന്ന് ആശ്വാസം അടയുവാൻ സാധിച്ചുവെങ്കിൽ എന്ന് കഴിഞ്ഞ് ജീവിക്കുന്ന, എന്ന് ആഗ്രഹിച്ച് കഴിയുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട് എന്നുള്ളതാണ്. ആ ജനങ്ങളിലേക്ക് അവരുടേതായ ഭാഷകളിൽ ബൈബിൾ എത്തിക്കുക എന്ന് പറയുന്ന ഈ വലിയ ദൗത്യവുമായി ഞങ്ങൾ പുറപ്പെട്ടു പോകുമ്പോൾ ഈ വലിയ ദൗത്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, പ്രയത്നിക്കുവാൻ, പങ്കാളിയാകുവാൻ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവവചന വായന എന്ന് പറയുന്നത് കേവലം ഒരു അറിവല്ല. നമ്മുടെ ജീവിതത്തിൽ ധാരാളം രൂപാന്തരങ്ങളെ സൃഷ്ടിക്കുവാൻ ദൈവവചനത്തിന് സാധിക്കും. ഒരു വേനൽക്കാല അവധിയിൽ മുത്തച്ഛന്റെ വീട്ടിൽ നിൽക്കാൻ പോയ ഒരു കൊച്ചുമകനോട് മുത്തച്ഛൻ അടുക്കള വശത്ത് ചാരി വെച്ചിരുന്ന ഒരു പഴയ കുടം എടുത്തു കൊടുത്തിട്ട് ഇപ്രകാരം പറഞ്ഞു, ഈ കുടവുമായി താഴത്തെ കുളത്തിൽ ചെന്ന് വെള്ളം എടുത്തു കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. ഇന്നത്തെ കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ അവർക്കത് ചിരി വരും. കാരണം ഇന്ന് അങ്ങനെയുള്ള സാഹചര്യമൊന്നും നമ്മുടെ ഭവനങ്ങളിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ മകൻ ഈ കുടവുമായിട്ട് കുളത്തിലേക്ക് പോയി ഒരു കുടം വെള്ളം കോരി എടുത്ത് മുത്തച്ഛന്റെ വീട്ടിലേക്ക് വന്നു. പക്ഷെ വീട്ടിലെത്തിയപ്പോഴേക്കും ആ കുളത്തിൽ വെള്ളമൊന്നും കാണുന്നില്ല. പക്ഷെ നിറച്ച് കോരി എടുത്തതാണ്. ഇവിടെ എത്തിയപ്പോഴേക്കും വെള്ളമൊന്നും കാണുന്നില്ല. തോറ്റു പിന്മാറാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. വീണ്ടും ഒരു കുളത്തിലേക്ക് പോയി വീണ്ടും ഒരു കുടം വെള്ളവുമായിട്ട് കടന്നു വന്നു. ഇവിടെ എത്തിയപ്പോഴേക്കും വീണ്ടും വെള്ളം വരുന്നു. 3ാമത്തെ തവണ അവർ വീണ്ടും കുളത്തിലേക്ക് പോയി കുളത്തിൽ വെള്ളവുമായി തിരികെ വന്നപ്പോഴേക്കും വീണ്ടും വെള്ളം കാണുന്നില്ല. അങ്ങനെ ആ കുളത്തെ ഒന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു. അപ്പോഴാണ് അതിന്റെ താഴ്ഭാഗങ്ങളിൽ ധാരാളം സുഷിരങ്ങൾ ഉള്ളതായിട്ട് അവനെ മനസ്സിലാക്കി. അവൻ ഈ കുടം കൊണ്ടുപോയി മുത്തച്ഛനെ കാണിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, മുത്തച്ഛ, ഈ സുഷിരങ്ങളുടെ കുടമാണോ എനിക്ക് വെള്ളം എടുക്കുവാനായിട്ട് മുത്തച്ഛൻ തന്നു വിട്ടത്? അപ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടുള്ള മുത്തച്ഛൻ ഇപ്രകാരം പറഞ്ഞു, ഇപ്പൊ നീ ആ കുടത്തിലേക്ക് ഒന്ന് നോക്കിയേ, ഞാൻ നിനക്ക് തന്നു വിട്ടതുപോലെയാണോ ഇപ്പൊ ആ കുട ഇരിക്കുന്നത്? അവൻ നോക്കിയപ്പോഴേക്കും അവൻ മനസ്സിലായി ധാരാളം മാറ്റങ്ങൾ, ഒരു വലിയ രൂപാന്തരം ആ കുടത്തിന് സംഭവിച്ചിരിക്കുന്നു എന്ന്. കാരണം കൊണ്ടുപോയപ്പോൾ നിറയെ പൊടിയുള്ള അഴുക്ക് പിടിച്ച ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു ആ കുട. ഇപ്പോൾ അത് വെട്ടിത്തിളങ്ങുകയാണ്. വെള്ളത്തിന്റെ ഒരു ഇതുകൊണ്ട് വളരെ മനോഹരമായി തീർന്നു എന്നുള്ളതാണ്. എന്നിട്ട് ആ മുത്തച്ഛൻ അവരോട് ഇപ്രകാരം പറഞ്ഞു, നീ പോയ വഴിയിലേക്ക് ഒന്ന് നടന്നു പോകാനായിട്ട് ആവശ്യപ്പെട്ടു. അവൻ പോയപ്പോഴേക്കും അവൻ പോയ വഴികളിലെല്ലാം ഈ ചെടികളൊക്കെ ഇങ്ങനെ പാടി കരിഞ്ഞ് ഉണങ്ങി
സ്വർഗീയ നല്ല പിതാവേ, അല്പസമയം അടിയങ്ങളുടെ വചനവുമായി നിൽക്കുമ്പോൾ മാനുഷികമായ ഒരു ശബ്ദത്തെ ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത അനുസരണത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് ഞങ്ങൾക്ക് ആവശ്യമായ മന്ന വിളമ്പി നൽകണമേ. ദൗത്യം, ദ മിഷൻ എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് അല്പമായിട്ട് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് മിഷൻ അഥവാ ദൗത്യം? ഒരു കടമ, കർത്തവ്യം ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ഒരു പ്രവൃത്തി. ഭൂമിയിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ വസ്തുക്കൾക്കും ഒരു കടമയുണ്ട്, ഒരു കർത്തവ്യമുണ്ട്, ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ അവരുടെ 5ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും പാഠപുസ്തകത്തിൽ ഇപ്രകാരം പഠിക്കുന്നുണ്ട്: വേരിനൊരു ധർമ്മമുണ്ട്, ഇടയ്ക്കൊരു ധർമ്മമുണ്ട് എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനികൾ നാമകരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം ഓരോ ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പഴയ നിയമ പുസ്തകങ്ങൾ നാം പരിശോധിക്കുമ്പോൾ അവിടെ വളരെ ചെറിയൊരു പുസ്തകമായ നെഹമ്യാവിന്റെ പുസ്തകത്തിലെ ഒരു വലിയ ദൗത്യത്തെ കുറിച്ചാണ് അല്പസമയം ഞാൻ നിങ്ങളോട് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നെഹമ്യാ പ്രവാചകനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അർത്ഥവിശേഷിത മഹാരാജാവിന്റെ പാനപാത്ര വാഹകനായിരുന്നു നെഹമ്യാ. രാജാവിന്റെ മുഖത്ത് നിന്നും അദ്ദേഹത്തിന്റെ മനസ്സ് മനസ്സിലാക്കി വീടിന്റെ വീര്യം കൂട്ടിയും കുറച്ചു കൊടുത്തുകൊണ്ട് അന്തപുരത്തിൽ കഴിഞ്ഞിരുന്ന സുന്ദരനായ ഒരു യുവാവ്. വേദപുസ്തകം അദ്ദേഹത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അദ്ദേഹം എപ്പോഴും പ്രസന്നവദനായി കാണപ്പെടും എന്നുള്ളതാണ്. അങ്ങനെയുള്ള നെഹമ്യാവിന്റെ മുഖത്തേക്ക് രാജാവ് ഒരു ദിവസം നോക്കിയപ്പോൾ ഒരു മാനത, ഒരു ദുഃഖം രാജാവിനെ കാണുവാനായിട്ട് സാധിച്ചു. കാരണം തിരക്കിയ രാജാവിനോട് നെഹമ്യാ ഇപ്രകാരം പറയുന്നു: എന്റെ യെരൂശലേം ദേവാലയത്തിന്റെ മതിലുകൾ തകർന്നും അവിടുത്തെ ഓടാമ്പലുകൾ തീ കൊണ്ട് വെന്തു കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് എങ്ങനെ സന്തോഷിക്കാനായിട്ട് സാധിക്കും, എനിക്ക് എങ്ങനെ സമാധാനിക്കാനായിട്ട് സാധിക്കും എന്ന്. നമുക്കറിയാം, യെരൂശലേം ദേവാലയത്തിന്റെ മതിലെന്ന് പറയുന്നത് ഒരു സാധാരണ മതിലല്ല. യെരൂശലേം ദേവാലയത്തെയും അവിടുത്തെ നിവാസികളെയും ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു വലിയ കോട്ടയായി നിലകൊള്ളുന്നതാണ് യെരൂശലേം ദേവാലയത്തിന്റെ മതിൽ. ആ മതിലാണ് ഇപ്പോൾ തകർന്നു പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും യെരൂശലേം നിവാസികളും യെരൂശലേം ദേവാലയവും ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടുമെന്നുള്ള ഉത്തമ ബോധ്യം നെഹമ്യാവിന് ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഇതൊരു സാധാരണമല്ലല്ലോ. ഒരു 5-6 കാർ നിരത്തിയിട്ടാൽ എത്ര ലെങ്തുണ്ടാവോ അത്രയും ഉയരത്തിൽ കെട്ടിയുണ്ടാക്കുന്ന ഭീമാകാരമായ മതിലാണ് യെരൂശലേം ദേവാലയത്തിന്റെ മതിൽ. അതൊരു സിമ്പിൾ ടാസ്ക് അല്ല എന്ന് നെഹമ്യാവിന് അറിയാമല്ലോ. അപ്പൊ യെരൂശലേം ദേവാലയത്തോടുള്ള നെഹമ്യാവിന്റെ എരിവും അവിടുത്തെ നിവാസികളോടുള്ള നെഹമ്യാവിന്റെ സ്നേഹവും മനസ്സിലാക്കുന്ന രാജാവ് ആ മതിൽ പുതുക്കി പണിയുവാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നൽകി നെഹമ്യാവിനെ അങ്ങോട്ട് അയക്കുകയാണ്. തീർച്ചയായും ഇത്തരമൊരു വലിയ ദൗത്യവുമായിട്ട് നെഹമ്യാ ഇറങ്ങിത്തിരിക്കുമ്പോൾ അനുകൂലമായ ഒരു കാറ്റല്ല അവിടെ വീശിയിട്ടുണ്ടാവുക.
കരച്ചിലിന് സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ യെരൂശലേം ദേവാലയത്തിന്റെ മതിൽ തകർന്ന വാർത്ത അറിഞ്ഞ് കരയുന്ന ഒരു നെഹമ്യാവ്. നമുക്കും മറ്റുള്ളവരുടെ വേദനയിൽ കരയുവാനായിട്ട് സാധിക്കണം. മറ്റുള്ളവരുടെ വേദനയിൽ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, യെരൂശലേം ദേവാലയത്തിന്റെ മതിൽ തകർന്നതുകൊണ്ട് കൊട്ടാരത്തിൽ പാനപാത്രമാകാനായി നെഹമ്യാവിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒന്നും സംഭവിക്കാനില്ല. എന്നിട്ടും ആ യെരൂശലേം നിവാസികൾക്ക് വേണ്ടി കരയുന്ന ആ നെഹമ്യാവിനെ നമ്മളിവിടെ കാണുകയാണ്. നമുക്കും അന്യന്റെ ദുഃഖത്തിൽ കരയുവാനായിട്ട്, അവരുടെ വേദനയിൽ അവർക്കൊരു ആശ്വാസമായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കും. രണ്ടാമതായി, പ്രാർത്ഥനാവീരനായ നെഹമ്യാവ്. പ്രാർത്ഥനാവീരനായ ഒരു നെഹമ്യാവ്. എന്താണ് പ്രാർത്ഥന? എന്താണ് പ്രാർത്ഥന? ദൈവവും മനുഷ്യനുമായി ചേരുന്ന ഒരു പോയിന്റ്, ഒരു ബിന്ദു, ഒരു കുത്ത്, അതാണ് പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥനകൾ എപ്രകാരമുള്ളതാണ് എന്ന് നാം വിചിന്തനം ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. പലപ്പോഴും സന്ധിയും പ്രാസവും എല്ലാം ചേർത്ത് കാണാതെ പഠിച്ചു പറയുന്ന അധര ചെറുപ്പങ്ങളായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ മാറ്റപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2010 നാം ഒരു കാര്യം ഒരേ സെൻസോടെ തന്നെ പ്രാർത്ഥിക്കും, 2015 അതേ രീതിയിൽ തന്നെ പ്രാർത്ഥിക്കും, 2024 ആകുമ്പോഴേക്കും നമ്മുടെ പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരിക്കും. പിന്നെ മറ്റു ചിലരുണ്ട്, അതായത് പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തെ ഒരു മെജീഷ്യനായിട്ടാണ് കാണുന്നത്. അതായത് ദൈവം ഈ രീതിയിലൂടെ ഇറങ്ങി വന്നേ മതിയാകും, അത്ഭുതങ്ങൾ ചെയ്തേ മതിയാകും എന്നൊക്കെ ദൈവത്തോട് ആജ്ഞാപിക്കുന്ന ആജ്ഞാപനങ്ങളായിട്ട്, ആക്രോശങ്ങളായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ മാറ്റപ്പെടാറുണ്ട്. ഏത് കാറ്റഗറിയാണ് നമ്മുടെ പ്രാർത്ഥനകളെന്ന് ഈ ഞായറാഴ്ച കാലം ഒന്ന് വിചിന്തനം ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കുടുംബ പ്രാർത്ഥന. ഒരു ചാനലിൽ നിന്ന് മറ്റൊരു ചാനലിലേക്ക് നമ്മുടെ റിമോട്ടുകൾ സഞ്ചരിക്കുന്നതിനിടയിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മുടെ മനസ്സും കൈകളും ഉടക്കിക്കിടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു 5 മിനിറ്റ് നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് ചില ഭവനങ്ങൾ വേർതിരിക്കുന്നുണ്ടാവും. അതെങ്ങനെയെന്ന് വെച്ചാൽ, ഒരു പാട്ടിന്റെ 2 ചരണവും ഒരു സങ്കീർത്തനത്തിന്റെ 3 വാക്യങ്ങളും ചുരുക്കമായ ഒരു പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ കടന്നു പോകുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്. പഴയൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ചാണകം മെഴുകിയ തറയിൽ നിന്ന്, ഓലമേഞ്ഞ കൂരയ്ക്ക് കീഴിലിരുന്ന് ചാരി വെച്ചിരുന്ന ഒരു സൈക്കിളൊക്കെ ഉള്ള വീട്ടിൽ അപ്പനും അമ്മയും മക്കളും മണിക്കൂറുകളോളം കൈകോർത്ത് പിടിച്ചിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതാണ്. ആ പ്രാർത്ഥനകൾക്ക് കണ്ണുനീരിന് നനവുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ പ്രാർത്ഥനകൾ അങ്ങ് സ്വർഗത്തോളം എത്തിയിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ആർക്കും ഇന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് സമയമില്ല, ദൈവത്തിന് നൽകുവാനായിട്ട് സമയമില്ല. എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഒരു മടങ്ങിവരവ് നമുക്ക് ആവശ്യമാണ്. ഇവിടെ നെഹമ്യാവ് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. യെരൂശലേം ദേവാലയത്തിന്റെ മതിൽ പണിക്കായിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു നെഹമ്യാവ്. നമ്മുടെ പഴയ തലമുറയിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ 8 മണിക്കാണ് ആരാധനയെങ്കിൽ ഇന്നും എന്റെ ചർച്ചിൽ 7:30 വന്നിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം വാർദ്ധക്യ മാതാപിതാക്കൾ നമ്മുടെ സഭയിലുണ്ട്. അവരുടെ പ്രാർത്ഥനകൾക്ക് വളരെയേറെ ശക്തിയുണ്ട് എന്നുള്ളതാണ്. നമുക്കും മറ്റുള്ളവർക്ക് വേണ്ടി കരയുവാനായിട്ടും പ്രാർത്ഥിക്കുവാനും ഒക്കെ ആയിട്ട് സാധിക്കണമെന്നുള്ളതാണ്. ഒരുപക്ഷെ നെഹമ്യാവിന്റെ പ്രാർത്ഥനയാണ് ഈ ഒരു വലിയ ദൗത്യം 52 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത്. മൂന്നാമതായി, പ്രതിസന്ധികളിൽ പതറാത്ത നെഹമ്യാവ്. പ്രതിസന്ധികളിൽ പതറാത്ത നെഹമ്യാവ്. എന്താണ് പ്രതിസന്ധി? സുഗമമായ ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഏതൊന്നും പ്രതിസന്ധി ഉളവാക്കുന്നവരാണ്. ഇവിടെ യെരൂശലേം ദേവാലയത്തിന്റെ മതിൽ പണിക്കായിട്ട് നെഹമ്യാവ് ഇറങ്ങിത്തിരിക്കുമ്പോൾ സങ്കടത്തെ തോന്നിയവൊക്കെ പറയുകയാണ്, നിനക്കതിന് കഴിയില്ല, നീ സുന്ദരനായ യുവാവാണ്, നിനക്ക് എങ്ങനെ ഈ ഒരു കൂട്ടം ആൾക്കാരുമായിട്ട് ഈ പൊരുവെയിലത്ത് കല്ലും മണ്ണും ഒക്കെ ചുമന്ന് ഈ ഒരു വലിയ ദൗത്യം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും? നിനക്കതിന് സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോഴെല്ലാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വെറും 52 ദിവസം കൊണ്ട് നെഹമ്യാവ് ഈ മതിൽപ്പണി പൂർത്തിയാക്കുകയാണ്. പലപ്പോഴും ക്രിസ്ത്യാനികളായിരിക്കുന്ന നാം സഭയുടെ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഒരു ഭാഗവാക്കാകുവാനായിട്ട് നാം കടന്നു വരുമ്പോൾ, ഏതെങ്കിലും മുഖ്യധാരയിലേക്ക് നാം കടന്നു വരുമ്പോൾ പലരും നമ്മെ നോക്കി പറയാറുണ്ട്, നിനക്കിതിന് സാധിക്കില്ല, നീ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുക എന്നൊക്കെ ചോദിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകാറുണ്ട്. ഒരു പോസിറ്റീവ് മൈൻഡും ഒരു നെഗറ്റീവ് മൈൻഡും. ആ പോസിറ്റീവ് മൈൻഡ് നിങ്ങൾ നമ്മളോട് പറയും,
ഏറ്റവും അത്യാവശ്യമാണ്. നമുക്കറിയാം, ഹൃദയ ശസ്ത്രക്രിയ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്ത ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡിനെ കുറിച്ച്. അദ്ദേഹത്തിന്റെ ജീവചരിത്ര പുസ്തകത്തിൽ അദ്ദേഹം ഒരു കഥയുടെ സംഭവം ഇപ്രകാരം പറയുന്നുണ്ട്. അതായത് ഹൃദയത്തിന്റെ പ്രവർത്തനം നശിക്കുന്നത് കാരണം ആൾക്കാർ മരിച്ചു പോകുന്നുണ്ട്. നമുക്കറിയാം, മസ്തിഷ്ക മരണം സംഭവിക്കുന്ന ആൾക്കാരിൽ കുറെ സമയം കൂടെ ഹൃദയം പ്രവർത്തിക്കും. ആ സമയത്ത് അത് റിപ്പയർ ചെയ്യുകയാണെങ്കിൽ മറ്റൊരാളുടെ ജീവൻ നമുക്ക് സേവ് ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ ഈ ചിന്ത വളരെ നാളായിട്ട് ക്രിസ്ത്യൻ ബർണാഡിന്റെ മനസ്സിലൂടെ എടുക്കും. അങ്ങനെ അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിലേക്ക് 2 പട്ടികളെ പിടിച്ചുകൊണ്ടുവന്ന് ഓപ്പറേഷൻ ചെയ്ത് ഒരു പട്ടിയുടെ ഹൃദയം എടുത്ത് ഇപ്പുറത്തെ പട്ടിക്കും ഇപ്പുറത്തെ പട്ടിയുടെ ഹൃദയം എടുത്ത് മറ്റേ പട്ടിക്ക് വെച്ചു കൊടുത്തു. മുറിവുകളെല്ലാം തുന്നിക്കെട്ടി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഈ പട്ടികളെല്ലാം ജീവിതത്തിലേക്ക് നടന്നു പോകുന്നത് ബർണാഡിനാണ്. അപ്പൊ എങ്ങനെയും ഇത് മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യരിലും പരീക്ഷിക്കാൻ അല്ലെങ്കിൽ പ്രാവർത്തികമാക്കണമെന്നുള്ള ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ എടുത്തു. അങ്ങനെയെങ്കിൽ ഹൃദയത്തിന്റെ പ്രവർത്തനം നശിച്ച് ഏത് നിമിഷവും മരണപ്പെട്ടു പോയേക്കാവുന്ന ഒരു പെൺകുട്ടി അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിൽ ചികിത്സയിലായി. അങ്ങനെ ഇരിക്കെ ഡോക്ടർ അദ്ദേഹത്തിന്റെ ക്യാബിനിരിക്കുമ്പോൾ നേഴ്സ് ഇപ്രകാരം പറഞ്ഞു, അതായത് മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു യുവാവിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം ഉടൻ തന്നെ ഇപ്രകാരം പറഞ്ഞു, ഈ പെൺകുട്ടിയെ ആ യുവാവിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്റർ റെഡിയായി. ഇദ്ദേഹം ഈ വലിയ സർജറിക്കായിട്ട് ഒരുങ്ങി അങ്ങോട്ടെത്തി. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, ഈ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ബ്ലൈൻഡ് യുവാവിന്റെ ദേഹത്തേക്ക് വരുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ മനസ്സ് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഒരു പോസിറ്റീവ് മൈൻഡ്, ഒരു നെഗറ്റീവ് മൈൻഡ്. ആ പോസിറ്റീവ് മൈൻഡ് അദ്ദേഹത്തോട് പറഞ്ഞത്, ഇത് ചെയ്യണം, ഇതൊരു വലിയൊരു കാര്യമായിട്ട് തീരും, ഇത് അനേകർക്ക് ഒരു വലിയ മുതൽക്കൂട്ടായി തീരും. പക്ഷേ ആ നെഗറ്റീവ് മൈൻഡ് അദ്ദേഹത്തോട് പറഞ്ഞത്, ഇത് ചെയ്യണ്ട, ഇത് സക്സസ് ആവില്ല. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഏകദേശം കുറേ സെക്കൻഡുകളോ മിനിറ്റുകളോളം ഇദ്ദേഹത്തിന്റെ മനസ്സുകൾ തമ്മിൽ പോസിറ്റീവ് മൈൻഡും നെഗറ്റീവ് മൈൻഡും തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ്. ഉടനെ ആ പോസിറ്റീവ് മൈൻഡ് വിജയിക്കുകയും ആ ഓപ്പറേഷൻ അദ്ദേഹം സക്സസ് ആയിട്ട് പൂർത്തിയാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് വിത്തിൻ സെക്കൻഡിൽ ലോകത്തിൽ 5 പേരെങ്കിലും ഹൃദയ ശസ്ത്രക്രിയയിലൂടെ ലോകത്തിലേക്ക് ജീവിതത്തിലേക്ക് നടന്നു പോകുന്നു. ഇത് നമുക്ക് എത്ര പേർക്ക് ഇത്തരം പ്രതിസന്ധികളെ തരണം ചെയ്യുവാനായിട്ട് സാധിക്കും? പലപ്പോഴും ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ ധൈര്യത്തോടെ നേരിടാൻ സാധിക്കാതെ പിന്നോട്ട് മാറിപ്പോകുന്നവരായിട്ട്, ആ നെഗറ്റീവ് മൈൻഡ് പറയുന്നത് കേട്ട് പിന്നോക്കത്തിന്റെ അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നവരായിട്ട് നാം തീരാറില്ലേ? ഇവിടെ നെഹമ്യാവ് ആ പ്രതിസന്ധികളെല്ലാം ധൈര്യപൂർവ്വം അതിജീവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 4-ാമതായി, വിശ്വാസ വീരനായ നെഹമ്യാവ്. എന്താണ് വിശ്വാസം? എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. ഒരു ആഴമായ വിശ്വാസത്തിന്റെ ഉടമകളാണ് നമ്മളാണെന്ന് ഒരിക്കലും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഒരു കാര്യം സംഭവിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചിരുന്നാലും അതിനെ നമ്മൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുവാനാതെ പൂർണ്ണമായി വിശ്വസിക്കാനോ തയ്യാറാകാത്തവരാണ് നമ്മൾ ഓരോരുത്തരും. ഇവിടെ ഈ ഒരു വലിയ ദൗത്യത്തിനായിട്ട് നെഹമ്യാവ് ഇറങ്ങിത്തിരിക്കുമ്പോൾ പലരും പിന്തിരിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു. ഇത് എത്രത്തോളം സക്സസ് ആവുന്നത് അദ്ദേഹത്തിന് അറിയില്ല. പക്ഷെ എങ്കിലും അദ്ദേഹം പൂർണ്ണമായ ഒരു വിശ്വാസത്തിന്റെ ഉടമയായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ അദ്ദേഹം ഇപ്രകാരം പറയുന്നത്, യഹോവയായ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും, അതുകൊണ്ട് ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. വിശ്വാസത്തിന്റെ തീക്ഷ്ണമായ വാക്കുകളാണ് നെഹമ്യാവ് ഇവിടെ പ്രസ്താവിക്കുന്നത്. ഇത്തരം ആഴമായ ഒരു വിശ്വാസത്തിന്റെ ഉടമകളാണ് നമ്മൾ. നമുക്ക് ഒരു ഭവനം പണിയുവാനായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സൗകര്യ ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ, ദൈവം ഞങ്ങൾക്ക് ഈ കാര്യം സാധിപ്പിച്ച് തന്നു, അതുകൊണ്ട് ഞങ്ങളിത് പണിയുവാനായിട്ട് പോകുന്നു. അത്തരമൊരു ആത്മാർത്ഥമായ വിശ്വാസം, ആഴമായ ഒരു വിശ്വാസത്തിന്റെ ഉടമകളായിട്ട് നാം തീരുമ്പോഴാണ് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. നെഹമ്യാ പ്രവാചകൻ 52 ദിവസം കൊണ്ട് മനോഹരമായ ഒരു മതിൽ പണിതു എന്നുള്ളതല്ല സത്യത്തിൽ ഈ ഞായറാഴ്ച ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ശ്രമിച്ചത്. നമ്മുടെ ശരീരമാകുന്ന ആലയത്തിന്റെ ജീവിതമാകുന്ന മതിലുകൾ എപ്രകാരമുള്ളതാണ് എന്ന് ഈ പകൽക്കാലം നാം ഒന്ന് വിചിന്തനം ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പലപ്പോഴും നമ്മുടെ ശരീരമാകുന്ന ആലയത്തിന്റെ ജീവിതമാകുന്ന മതിലുകൾ സ്നേഹമില്ലായ്മ കൊണ്ടും മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്തത് കൊണ്ടും, കഴിഞ്ഞ വർഷം എൻ്റെ അയൽപക്കത്തെ ഒരു ചേച്ചി എന്നോട് പറഞ്ഞ ഒരു വാക്ക് കാരണം ഇന്നും അവരുടെ മുഖത്തേക്ക് നോക്കാൻ
ജീവിതമാകുന്ന ഈ മതിലിലെ ഇഷ്ടികകൾ അടർന്നു വീണിരിക്കുകയാണ്. ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഈ ആത്മാവിന്റെ ഫലങ്ങളാൽ നമ്മുടെ ജീവിതമാകുന്ന മതിലുകൾ കെട്ടിപ്പടുക്കുമ്പോൾ മാത്രമേ നമ്മുടെ ശരീരത്തെ ശത്രുവാകുന്ന സാത്താൻ ആക്രമിക്കാതിരിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതമാകുന്ന മതിലുകളുടെ ഏതെങ്കിലും ഇഷ്ടികകൾ സ്നേഹമില്ലായ്മകൊണ്ടും ക്ഷമിക്കാൻ സാധിക്കാത്തത് കാരണം അടർന്നു വീണ് പോയിരിക്കുകയാണെങ്കിൽ അത് പുതുക്കി പണിയേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം, മറ്റുള്ളവരെ കരുതുവാനായിട്ട് നമുക്ക് സാധിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത് തന്നെയാണ് യേശുനാഥൻ നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ആത്മാവിന്റെ ഫലങ്ങളാൽ നമ്മുടെ ജീവിതമാകുന്ന മതിലുകൾ ശക്തിപ്പെട്ട് ശത്രുവാകുന്ന സാത്താൻ നമ്മുടെ ശരീരമാകുന്ന ആലയത്തെ ആക്രമിക്കാതിരിക്കുവാൻ നാം ശ്രമിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമാണ്. അപ്രകാരം കരയുന്നവരായിട്ട്, പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവരായിട്ട്, പ്രതിസന്ധികളെ തരണം ചെയ്യുന്നവരായിട്ട്, ആഴമായ വിശ്വാസത്തിന്റെ ഉടമകളായിട്ട് നമ്മുടെ ജീവിതമാകുന്ന മതിലുകളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ശരീരമാകുന്ന ആലയത്തിന് ശത്രുവിന് വിട്ടുകൊടുക്കാതെ ആഴമായ വിശ്വാസത്തിന്റെ ഉടമകളായിട്ട് ഈ ലോകത്തിലായിരിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ ഞായറാഴ്ചയിലൂടെ അത് സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.